ഹലോ ഗായ്സ്, സുനോസ് സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ വറുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഈ മീൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് നമ്മളെ സുഭാഷ് കൊണ്ടുവന്നതാണ്. സുഭാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, കുഞ്ഞാറ്റേൻ്റെ അച്ഛനാണ്. കുഞ്ഞാറ്റേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ കുഞ്ഞാറ്റേൻ്റെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ആൾക്കാരാണെങ്കിൽ കുഞ്ഞാറ്റേനെ പരിചയം ഉണ്ടാവും. കുഞ്ഞാറ്റേൻ്റെ അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇങ്ങനത്തെ ഒരു നാല് മീനാട്ടോ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു പാക്കിൽ ഓരോന്ന് വെച്ചിട്ട് 4 എണ്ണം കൊണ്ടുവന്നു. ഇത് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ മീൻ കഴിക്കില്ല, എനിക്ക് മീൻ ഇഷ്ടമല്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ജിതേഷ് ചേട്ടനും വേണ്ടി ഉണ്ടാക്കുകയാണ്. ഒരു 3 ആളും കഴിക്കും. നല്ലോണമൊന്നും കഴിക്കില്ല, ഒരു പാകത്തിന്. മീൻ ഇഷ്ടമാണ്, പക്ഷേ ഈ മീൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നാൾ വറുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ, ഞാനിത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് ആരെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം അതിൽ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. മസാലകൾക്ക് വേണ്ടത് ആദ്യം ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ കുരുമുളക് പൊടി ഇട്ടാലേ നല്ലൊരു ടേസ്റ്റാണെന്ന് കുട്ടികൾ പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നല്ലൊരു സ്മെല്ലും വരും. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി ചില്ലി ഇട്ടു. പിന്നെ ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ് ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും കൂടെ കൂട്ടിയിട്ട് ചതച്ചിട്ട് അതാണ് മീൻ വറുക്കുമ്പോൾ ഇടൽ. ഇതിപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടേ, അപ്പൂന് പെട്ടെന്ന് വേണേനും ഫുഡ് കഴിക്കാനായേനും എൻ്റെ മീൻ വറുക്കലൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ പൊളിച്ച് നിൽക്കുമ്പോഴേക്ക് സമയം കുറയാവില്ലേ, ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊന്ന് പുരട്ടി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം 10 മിനിറ്റിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലാണ് കേട്ടോ ഞാൻ മീനൊക്കെ വറുക്കൽ. ചപ്പാത്തി ചുടലും മീൻ വറുക്കലൊക്കെ ഈ ചട്ടിയിലാണ്. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇതിൽ ദോശ ചുടലില്ല. ശരിക്കും ഇത് ദോശ ചട്ടിയാണ്. ഇതിൽ ദോശ ചുടലില്ല, ചപ്പാത്തി മീനൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീനിട്ട് ഇപ്പം ഇപ്പം എല്ലാം ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം അടിയൊക്കെ ആയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ മീൻ. ഈ ഒരു ഒറ്റ കഷ്ണം ഞങ്ങൾ വറുക്കലുള്ളൂ. അതൊരു നേരത്തിനുണ്ടാവും. കുട്ടികൾക്ക് 3 ആൾക്കും കൂടെ വേണ്ടത്. ഈ കറിവേപ്പില ഞാൻ ഇടുന്നത് സാധാരണ മീൻ വറുക്കുമ്പോൾ കറിവേപ്പില ഇടണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ കുരുമുളകൊക്കെ ചതയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ചതയ്ക്കും. കറിവേപ്പിൻ്റെ മരം ഇവിടെ ഇല്ല, കറിവേപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അധികം എല്ലാ ഫുഡിലും ഇടാൻ കിട്ടലില്ല. എനിക്കിഷ്ടമാണ് കറിവേപ്പിടുന്നത്. എല്ലാ കറിയിലും കറിവേപ്പിടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഇടലില്ല, എനിക്ക് മരമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇട്ടാൽ നല്ലൊരു സ്മെല്ലാട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.